രാത്രി 12 മണി വരെ നിന്നിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയണ്ടേ മാളു? അതിപ്പോഴേ അങ്ങ് പറഞ്ഞേ. മിക്കവാറും അവൾ ഇപ്പൊ തന്നെ പറയും. ചേച്ചി ചേച്ചി എന്തോ ചെല്ല കിളി ഇരിക്കാൻ വയ്യ. എന്താ നിനക്ക് ഇത്ര ആരോഗ്യക്കുറവ്? നമ്മൾ അവിടെ നിന്ന് ഇത്രയും നടന്ന് കിട്ടാനില്ല ചിക്കനൊന്നും. പിന്നെ ന്യൂ ഇയറിന് എല്ലാ കടയും ഓപ്പൺ ചെയ്തങ്ങ് വെക്കുമല്ലോ. ശരി, അത് ഞാൻ ഓർത്തില്ല. പോരെ ഇത്? ഓ ധാരാളം. ഇതിപ്പോ അത്രേ ഉള്ളൂ. പോലെ തുടങ്ങി. എന്റെ കണക്കിൽ ഇത് ശരിക്കും കുറവാണ്. നമുക്ക് ഇത്രയും വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഇന്നത്തെ ദിവസം നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തേക്കാം പോരെ. ഞാൻ ഇനി വേറെ സാധനങ്ങളൊക്കെ ഇട്ട് തരും. ക്വാണ്ടിറ്റി അങ്ങോട്ട് കൂട്ടാം. അമ്മായി ഒരു കാര്യം ചെയ്യോ, ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചേക്കോ, തൊലിയോടുകൂടി വേവിക്കാൻ വെച്ചേക്കോ, രണ്ടായിട്ട് അരിഞ്ഞിട്ട്. മാളു നീ ഒരു കാര്യം ചെയ്യോ, വെളുത്തുള്ളി ഉരിക്കോ, എളുപ്പം പണി തീർക്കാൻ പാ. അപ്പൊ ഞങ്ങള് പോട്ടാ. ആ പൊക്കോ. വരൂ കുഞ്ഞേ. അയ്യോ മാളു, ചിക്കൻ വറുത്തു കൊണ്ടുവരാനേ ആ പാത്രവും കണ്ണാപ്പയും കൊണ്ടുവാ. മാളുവേ, എനിക്ക് സവാള കുനുകുന അരിഞ്ഞനം, വെളുത്തുള്ളിയും കുനുകുന അരിഞ്ഞനം. വയ്ക്കോ.
അമ്മായി തുടങ്ങിക്കോ. അറിയില്ല കടലറിയില്ല അലയും തിരയുടെ വേദന അലയും തിരയുടെ വേദന കാറ്ററിയില്ല കടലറിയില്ല അലയും തിരയുടെ വേദന അലയും തിരയുടെ വേദന. അടിപൊളി അടിപൊളി. അമ്മായി പാട്ട് പാടുമ്പോൾ ഞാൻ മ്യൂസിക് ഇടും. കടപിടി കടപിടി കടപിടമോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് ഞാൻ മ്യൂസിക് ഇട്ടു. നീ എന്താ ആലോചിക്കണ മോള്? ഇവിടെ ഒന്നും അല്ലല്ലോ. നീണ്ടു നീണ്ടു പോന്നു. എങ്ങനെ കടലിലോട്ട് പോകാം, എങ്ങനെ കടലിലേക്ക് ചാടാം എന്നൊക്കെ ആയിരിക്കും നീ ആലോചിച്ചോണ്ടിരിക്കണേ. നീ പറഞ്ഞോണ്ട് മാത്രം ഞാൻ കൂടെ വന്നത്, ഇറങ്ങൂലെന്ന് പറഞ്ഞോണ്ട് മാത്രം. ഇതുവരെ വന്നില്ലേ? കുറച്ച് അതുവരെ പോവായിരുന്നല്ലേ. ചെല്ലി അമ്മയും കൂടി ഉണ്ട്. ചെന്നോ പൊക്കോ, വേഗം പോയിട്ട് വാ. എന്താ ഇൻട്രസ്റ്റ് മോളിനേക്കാളും ഇൻട്രസ്റ്റ് അമ്മായിക്ക്. അമ്മായി വെപ്രാളം കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോവല്ലേ, ജസ്റ്റ് കാല് നനക്കെ ഇറങ്ങി വരിക. ഇല്ലാത്ത സാധനം കണ്ടില്ല. അതത് പട്ടിയാ ആട്. അതിങ്ങനെ വരണ ഞാൻ പോയി ചോദിച്ചിട്ടാ. ഇയാൾക്ക് ഇപ്പൊ ഇവിടുന്ന് പോണം, ഞാൻ അടുത്ത പണി വരും. ഞാൻ കയറങ്ങാനും കുടുങ്ങിയിട്ടുണ്ടാവും. അവിടെ ആളുണ്ടല്ലോ. സവാള ഇട്ട മോള് ഫുള്ള് കേട്ടോ. ഫുള്ള് വേണ്ട, ഇട് 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 പകുതി ഇട് മതി. ഓക്കെ, അത് ചിക്കൻ്റെ തരി എടുത്ത് നോക്കിയാൽ അമ്മ ഉപ്പുണ്ടാവും. നേരത്തെ പണിയുണ്ടോ? നിനക്കിനി പണിയുണ്ട്. ഞാൻ ഉരുളക്കിഴങ്ങ് അമ്മായി വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ തൊലി കളഞ്ഞ് അത് നല്ലോണം ഉടച്ചോണ്ട് വാ. ചിക്കനിൽ ഉപ്പുണ്ട്. ചിക്കനിൽ ഉപ്പുണ്ട്, നല്ലോണം ഉടച്ചോണ്ട് വാ കേട്ടോ. അമ്മായി ഒരു ഉപകാരം ചെയ്യോ, കത്തി എടുത്തു തരുമോ? പറ്റിയ കൈ തരണില്ല. എന്താ കൈ കൊടുത്തുടാം. ഇങ്ങനെയൊക്കെ ഉണ്ടോ? എന്തിക്കോ ഇതെന്താണ്? ഇത് പാഴ്സലി എന്നുവെച്ചാ പാഴ്സലി എന്ന് പറഞ്ഞ ഒരു ഇലയാ. സെല്ലറി എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ മല്ലിയല്ലോ അല്ലേ ഇരിക്കുന്നത്. പക്ഷെ മല്ലിയിലയുടെ ഫ്ലേവർ അല്ല. വേണ്ട അമ്മായി, വേണ്ട വേണ്ട. ഇതിന് എന്താ ഇടാനുള്ള? അപ്പോഴ ഇതിലിനി എന്താ ഇടണേ? ഇനി ഇത് പെട്ടെന്ന് വേവും. അല്ല അത് ഇട്ട് അരിഞ്ഞിടല്ലേ, അപ്പോഴിതായിക്കോളും.
തീ കൂടുതലായോണ്ടേ അടിയിൽ കരിയുന്നുണ്ട്. കണ്ണും മൂക്കുമൊക്കെ ഇരിക്കുന്നു. ദേഷ്യപ്പെട്ട് നോക്കുമ്പോൾ അല്ലേ? ഇനിയിപ്പോൾ ഇതിലെന്താ ഇടണേ? ഇനി ആ ചില്ലി ഫ്ലേക്സ് ഇട്ട അമ്മായി കുറച്ച്. അതാണ്. മുഴുവൻ വേണ്ട, ആവശ്യത്തിന്. എരിവായിട്ടുണ്ടാവില്ല. അമ്മ ഇത് നന്നായിട്ട് ഇളക്കണേ. നന്നായിട്ട് അത് കട്ട് കൂടാണ്ട് ഇളക്കിക്കോ. നന്നായിട്ട് ഇളക്കിക്കോ. ഇളക്കിക്കോട്ടാ. അതിനെ പോയി നോക്കണോ? ആട്ടിനെ നോക്കിയരാ. പോയി നോക്കട്ടാ. നോക്കിക്കോ. മാളു, ആ മാഗി ക്യൂബ് എടുത്തോണ്ട് വരുമോ? ഇട്ടോ. നീ ഉരുളക്കിഴങ്ങ് ഉടച്ചാ? ക്രീം ഒഴിച്ചോ? ഫുൾ ഒഴിക്കും. എനിക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വയ്ക്കും. അതെ, നിർത്ത്. കുറച്ചുകൂടെ ഒഴിച്ചോ. മുഴുവൻ വേണ്ട, കുറച്ചുകൂടെ മതി. ഇത് കൊണ്ടുപോവോ? ഇത് കൈ സൂക്ഷിക്കണേ. ഭംഗിക്കൊക്കെ വെക്കാൻ നോക്കിയതാ, അതിങ്ങനെ ചിരിക്കണ നോക്കി. കളിയാക്കണല്ലേ?
വയ്ക്കട്ടാ. വേണോ ഇനി കൂണ്? ആ നിനക്ക് നന്നായിട്ട് വന്നു, നിനക്ക് നന്നായിട്ട് വന്നു. അടിപൊളി, സെറ്റ്. കറി മതി മതി, കറി കഴിക്കണ്ട. ഗ്രേവി വേണ്ടേ? കൂണ് ഞാൻ തിന്നില്ല, വേണ്ട ഗ്രേവി വേണ്ട. കൂണ് വേണ്ട. മാളുവിന് മാത്രമേ ഭംഗിയിൽ വന്നുള്ളൂ. ഓ, ഞാൻ ആള് വിളിക്കണ നോക്കാൻ പോയി. ഞാൻ അത് ആലോചിക്കണം, അമ്മ എന്തിയാ സമയത്ത് ആലോചിക്കും. അത് പ്രസവിച്ച്. ആ അതായിരുന്നു അങ്ങനെ കരഞ്ഞേ. കൊള്ളാട്ടോ, ബ്രെഡ് കൂട്ടി സൂപ്പർ. സ്മാഷ് പൊട്ടറ്റോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഗ്രേവിയും ആ കറിയും കൂടി കഴിക്കാനായിട്ട്. ഇതിലെന്തൊക്കെ ചേർത്ത് പൊട്ടാറ്റോയില്? ബട്ടർ, ഫ്രഷ് ക്രീം കുറച്ച്, ഉപ്പ്. രാത്രി 12 മണി വരെ ഇരുന്നിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയണ്ടേ മാളു? അതിപ്പോഴേ അങ്ങ് പറഞ്ഞാലോ. മിക്കവാറും അവൾ ഇപ്പൊ തന്നെ പറയും. 2025 ഞാൻ ജനിച്ച ഡേറ്റ് 25 ഓഗസ്റ്റ് 25. ഓഗസ്റ്റ് അല്ലല്ലോ ഇപ്പൊ. ഞാൻ പറഞ്ഞത് ഡേറ്റ് 25-ആം തീയതി. 25 2025. ഒന്നും മിണ്ടാണ്ടിരുന്ന് കഴിക്കുന്ന സൂപ്പർ. വെറുതെ അല്ലോ. രസമുള്ളതൊക്കെ കഴിക്കുമ്പം പിന്നെ എനിക്ക് വല്ലതും പറയാൻ തോന്നുന്നു. എരിവില്ല, അതന്നെയല്ല കാര്യം. ആ, അത് ശരിയാണ്. എനിക്ക് എരിവ് പാടി. ഇതിൽ മുഴുവനെ കുരുമുളക് ഇട്ടാണ് കേട്ടോ. മുഴുവൻ കുരുമുളക് ഇട്ടില്ല, മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രം. ചിക്കൻ വറക്കാനല്ലേ?